നമസ്തേ. സ്വരസന്ധിയിലെ ഗുണസന്ധിയുടെ രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണ്. ഇതാണ് അതിൻ്റെ സമ്മറി. ഇവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന അക്ഷരം തുടക്കത്തിലെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും, രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു സമസ്ത പദം ഉണ്ടാകുമ്പോൾ അതിൽ ഏത് അക്ഷരമാണോ ഉണ്ടാവുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലസ് ഉ ഓ, ആ പ്ലസ് ഉ ഓ, അ പ്ലസ് ഊ ഓ, ആ പ്ലസ് ഊ ഓ. അതായത് ആ അല്ലെങ്കിൽ ആയിൻ്റെ കൂടെ ഊ അല്ലെങ്കിൽ ഊ ചേരുമ്പോൾ എന്ത് വരും? ഓ ആണ് വരുന്നത്. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടാകും പരോപകാരഃ. പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. ഇതാണ് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിലെല്ലാം ധർമ്മത്തിൻ്റെ സാരം. പരോപകാരം പുണ്യത്തിന്, പരപീഡനം പാപത്തിനാണല്ലോ. അപ്പോൾ പരോപകാരഃ എന്നുള്ളതിലെ സന്ധി ഏതാണ്? പര പ്ലസ് ഉപകാരഃ. പര അവസാനത്തെ അക്ഷരം ര് പ്ലസ് ആ. അപ്പോൾ ആ, ഉപകാരഃ അതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഉ. അപ്പോൾ ആ പ്ലസ് ഉ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലസ് ഉ ഓ. അപ്പോൾ എന്താകും? പരോപകാരഃ. അതിന് തന്നെ വേറൊരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടാകും. സൂര്യോദയം. സൂര്യോദയം കാണാൻ എന്ത് രസമാണല്ലേ. ഒരിക്കലും മടുക്കേയില്ല. കാരണം പ്രകൃതിയുടെ ഒരു സർഗാത്മക ശക്തി നമുക്ക് അതിൽ കാണാം. ഒരു ദിവസം കാണുന്ന പോലെ അല്ല അടുത്ത ദിവസം, എത്ര ദിവസം കണ്ടാലും അത് മടുപ്പേ വരില്ല. സൂര്യോദയ. പക്ഷെ അതിലൊരു സന്ധിയുണ്ട്. സൂര്യ പ്ലസ് ഉദയ. സൂര്യ എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ആയാണ്. ര് പ്ലസ് യ് പ്ലസ് ആ. അപ്പം അവസാനത്തെ അക്ഷരം ആ. ഉദയ എൻ്റെ തുടക്കത്തെ അക്ഷരം ഉ. അപ്പം ഇവിടെ ഈ നിയമം പ്രകാരം ആ പ്ലസ് ഉ ഓ, സൂര്യോദയ. വേറൊരു ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹിതോപദേശം. ഹിത ഉപദേശം, ഹിതത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശം, ഹിതോപദേശം. ഹിതോപദേശത്തിലുള്ള സന്ധി ഹിത പ്ലസ് ഉപദേശ. ഹിത അവസാനത്തെ അക്ഷരം ത് പ്ലസ് ആ. അപ്പോൾ ആ അവസാനത്തെ അക്ഷരം. ഉപദേശ എന്ന പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഉ. ആ പ്ലസ് ഉ ഓ. അപ്പം ഹിത പ്ലസ് ഉപദേശ, ഹിതോപദേശ. ഹിതോപദേശ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ തന്നെ നോക്കാം. ആ പ്ലസ് ഉ ഓ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗംഗാദേവി, പവിത്രയായ ഗംഗാദേവിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നുള്ള തീർത്ത ജലം കൊണ്ടുവരുമല്ലോ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ കിട്ടും. അപ്പോൾ സ്നാനമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർ ആ കുഞ്ഞു ബോട്ടിൽ കൊണ്ടുവന്നിട്ട്, ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ആ ബോട്ടിൽ ഒഴിക്കുക, എന്നിട്ട് കുളിക്കുക. അത് തന്നെയാണ് ഗംഗാ ഉദകം, ഗംഗോദകം, ഗംഗാജലം. ഗംഗാജലത്തിന് തന്നെ വേറൊരു പേര് ഗംഗോദകം. പക്ഷെ ഗംഗോദകം എന്ന പദത്തിൽ വരുന്ന സന്ധി ഗംഗാ ഉദകം. ഉദകം വെള്ളം, ജലം. ഇപ്പൊ ഗംഗ എന്ന പദത്തിന്റെ അവസാനത്തെ അക്ഷരം ഇവിടെ ഗ എന്ന് പറയുമ്പോൾ ഗ പ്ലസ് ആ. അപ്പൊ ആ പ്ലസ് ഉദക്കത്തില് തുടക്കത്തിലുള്ള അക്ഷരം ഉ. ആ പ്ലസ് ഉ ഓ, ഗംഗോദകം. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പ്ലസ് ഉ ഓ, ഗംഗോദകം. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. ആ പ്ലസ് ഊ ഇസ് ഇക്വൽ ടു ഓ. ഗൃഹ ഊർധ്വം. ഗൃഹത്തിന് മുകളിൽ എന്താ ഉള്ളത്? ഗൃഹത്തിന് മുകളിൽ പക്ഷികളൊക്കെ വന്നിരിക്കും അല്ലേ, ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ ചിലർ ഗാർഡൻ പോലും വെക്കുമല്ലോ, വെജിറ്റബിൾ ഗാർഡൻ, ഫ്ലവർ ഗാർഡൻ ഒക്കെ വെക്കും. അപ്പം ഗൃഹോർധ്വം. ഗൃഹ പ്ലസ് ഊർധ്വം. ഗൃഹ എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഹ. ഹ ഈസ് ഈക്വൽ ടു ഹ് പ്ലസ് ആ. അപ്പം അവസാനത്തെ അക്ഷരം ആ പ്ലസ് ഊർധ്വം എന്ന പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഊ. അപ്പോൾ ആ പ്ലസ് ഊ ഓ, ഗൃഹോർധ്വം. ഇനി അവസാനത്തെ ഉദാഹരണം ആ പ്ലസ് ഊ ഈസ് ഇക്വൽ ടു ഓ. കടൽ. സൂര്യോദയം പോലെ തന്നെയാണ്, ഒരിക്കലും മടുക്കാത്ത കടൽ. അതുപോലെ തന്നെ ആന. ആന എവിടെ വെച്ച് കണ്ടാലും നമുക്ക് നോക്കിയിരിക്കുമല്ലോ അല്ലേ, ആന ചന്തം എന്ന് നമ്മൾ പറയുമല്ലോ. അതേപോലെ കടൽ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മടുക്കുകയില്ല. കടലിലുള്ള അലകളാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാം. അപ്പോൾ വലിയൊരു അല വരികയാണ്, അതിനാണ് നമ്മൾ മഹോർമിഹി എന്ന് പറയും. വലിയ അല, മഹോർമിഹി. മഹാ പ്ലസ് ഊർമിഹി. മഹാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ, ഊർമിഹി അല.
അപ്പോൾ ബഹാ എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ആ, ഊർമിഹി എന്ന പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ഊ. അപ്പോൾ ആ പ്ലസ് ഊ ഓ, മഹോർമിഹി, വലിയ അല, തിരമാല, മഹോർമിഹി. അപ്പം ഇതാണ് ഗുണസന്ധിയുടെ രണ്ടാമത്തെ ഗ്രൂപ്പ്. നമുക്ക് അടുത്ത ഗ്രൂപ്പ് അടുത്ത ക്ലാസ്സിൽ